നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനോഹരേട്ടനോട് പിണങ്ങിയല്ലേ ഞാൻ പോകുന്നത്? എല്ലാവരും മനുഷ്യർ. എൻ്റെ പാർവതി അരിയാഹാരം കഴിക്കുന്നവരുവാ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവും. മല കയറിയ ശരത്ത് തിരിച്ചു വരാൻ നിത്യ പ്രാർത്ഥിക്കട്ടെ. നിത്യ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനും പ്രാർത്ഥിക്കാം. അത് എൻ്റെ മോളോട് എനിക്കുള്ള ഉത്തരവാദിത്വവും കടമയുമാണ്. അല്ലാതെ ശരത്തിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ഞാനും അവനും തമ്മിൽ വേറെ ശത്രുതയൊന്നുമില്ലല്ലോ. എല്ലാം അമ്മയോടും അച്ഛനോടും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് അവർക്കും എല്ലാം അറിയാവുന്നല്ലേ. വെറുതെ അതും വലിച്ചിട്ട്. ദേവിക, അത് പറയുന്നതാണ് നല്ലതെന്നാ എൻ്റെ പക്ഷം. അതെന്താ? കഥകൾ ഉണ്ടാക്കാനും അത് പറഞ്ഞു ഫലിപ്പിക്കാനും ബഹുസമർത്ഥനല്ലേ നമ്മുടെ ശരത്ത്. നാളെ അവൻ എന്ത് കഥയാണ് ദേവികയുടെ അച്ഛനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇക്കാര്യം ദേവികയോട് പറഞ്ഞിരുന്നു എന്ന് പറയും. കേൾക്കുന്നവർക്ക് ദേവിക എന്തോ മറക്കുകയാണെന്ന് തോന്നത്തില്ലേ? അപ്പൊ അമ്മയോട് പറയാം അല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ അതാണ് നല്ലത്. ഞാൻ പിന്നെ വിളിക്കാം. സിദ്ധാർത്ഥനായിരുന്നു അമ്മ. ആ, ഞാൻ സിദ്ധാർത്ഥനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അത് അമ്മയോടൊന്ന് സൂചിപ്പിച്ചേക്കാൻ സിദ്ധു അല്ല സിദ്ധാർത്ഥൻ പറയുമായിരുന്നു. എന്ത് കാര്യം? ശരത്ത് പറഞ്ഞൊരു കാര്യം. എൻ്റെ അച്ഛൻ്റെ മരണത്തെ സംബന്ധിച്ച്. ദേവികയുടെ അച്ഛന്റെ മരണത്തെ സംബന്ധിച്ച് ശരത്ത് എന്ത് പറയാൻ? അതല്ലേ അവൻ കഥയിലുണ്ടാക്കുന്ന പുതിയ ട്വിസ്റ്റ്. എൻ്റെ അച്ഛൻ്റെ മരണം കൂടി ഞാനൊന്ന് അന്വേഷിക്കാൻ. പാവ അച്ഛൻ. ഞാനക്കാര്യം സിദ്ധാർത്ഥനോട് പറഞ്ഞിരുന്നു. ഞാൻ തേടുന്ന ശരത്തിന്റെ ഭൂതകാലത്തിൽ എവിടെയെങ്കിലും എൻ്റെ അച്ഛനുണ്ടാവോ എന്നൊരു സംശയം വക്കീലിന്. അതാ സിദ്ധു പറഞ്ഞത് ഇക്കാര്യം അമ്മയോടൊന്ന് സൂചിപ്പിച്ചു വച്ചേക്കാൻ. ദേവികയ്ക്ക് ഇക്കാര്യം എന്നോട് പറയാൻ സിദ്ധാർത്ഥന്റെ അനുവാദം വേണമായിരുന്നു. അയ്യോ അമ്മ, അങ്ങനെയല്ല. അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല. ശരത്ത് നാളെ പാവപ്പെട്ട എൻ്റെ അച്ഛനെയും ചേർത്ത് എന്തേലും കള്ളക്കഥ പറയുന്ന സിദ്ധാർത്ഥൻ പറഞ്ഞപ്പോഴാണ് എനിക്കതിന്റെ ഗൗരവം മനസ്സിലായത്. നമുക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെയും നമുക്ക് പാവങ്ങളായിരിക്കും. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ? എൻ്റെ അച്ഛൻ വെറും പാവമായിരുന്നു, അത് എനിക്കറിയാം. ഞാൻ ദേവികയുടെ അച്ഛൻ പാവമല്ലെന്നൊന്നും പറഞ്ഞില്ല. ഒരു മറുപടി പറഞ്ഞപ്പോ പൊതുവായിട്ടങ്ങ് പറഞ്ഞു പോയത്. അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, സംശയമുണ്ടോ? ശരത്ത് പറഞ്ഞതില് എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അമ്മ കരുതുന്നുണ്ടോ? ദേവികയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്കിപ്പോ വയ്യ. തല പൊട്ടി പിളർക്കുന്ന പോലത്തെ വേദന. അയ്യോ, ടാബ്ലറ്റോ കാപ്പിയോ വല്ലതും വേണോ അമ്മേ? ഒന്നും വേണ്ട. ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഞാനത് മറന്നുപോയി. ഞാൻ പോയി എടുത്തിട്ട് വേണ്ട, ഞാനെടുത്ത് കുടിച്ചു. എന്താണെന്നറിയത്തില്ല, ഇപ്പൊ ഭയങ്കര പരവേശമാണ്. ഒന്ന് പോയി ഷുഗർ നോക്ക് മനോഹരേട്ടാ. ഇപ്പൊ വന്ന് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. തോന്നിയ സമയത്താ ഭക്ഷണവും മരുന്നും ഒക്കെ കഴിക്കുന്നത്. ആ നോക്കാന്നേ. മൊത്തത്തിലൊരു താളം തെറ്റിയ അവസ്ഥയല്ലേ. പാർവതി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? തലവേദനയുണ്ടോ? തലവേദനയൊന്നുമില്ല, മനസ്സിന് അസ്വസ്ഥത. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ മനസ്സിന് സ്വസ്ഥതയുള്ള ആരേലും ഉണ്ടോ? ഇതൊക്കെ മാറുമെന്നേ.
കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതല്ലേ. എന്ന് മാറാനാ? ഓരോ ദിവസവും പുതിയ പുതിയ കഥകളും കാര്യങ്ങളും വന്നോണ്ടിരിക്കുകയല്ലേ. പുതിയ കഥയും കാര്യവും. എന്താ പാർവതി നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല, കഴിഞ്ഞ ദിവസം മനോഹരേട്ട സൂചിപ്പിച്ച സംശയമൊക്കെ ഇപ്പൊ കഥയിലേക്ക് കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട്. എന്ത് സംശയം? എന്ത് കഥ? നീ കാര്യം എന്നാന്ന് വെച്ചാൽ തെളിച്ചു പറ. അല്ല, ശരത്തിന്റെ ഭൂതകാല കഥയില് ദേവികയുടെ അച്ഛന്റെ മരണത്തിന് എന്തോ ബന്ധമുണ്ടെന്നൊക്കെയാ ഇപ്പോഴത്തെ ചർച്ച. ചർച്ചയോ? ആരുടെ ചർച്ച? എനിക്കൊന്നും കൃത്യമായി അറിയത്തില്ല എന്റെ മനോഹരേട്ട. ശരത്ത് ദേവികയോട് അങ്ങനെ എന്തോ പറഞ്ഞുവെന്നോ ദേവിക അത് സിദ്ധാർത്ഥനോട് പറഞ്ഞെന്നോക്കെയാ. സിദ്ധാർത്ഥൻ പറഞ്ഞതുകൊണ്ട് മാത്രം ദേവിക അത് എന്നോട് പറഞ്ഞു. ശരത്ത് എന്നാ പറഞ്ഞെന്നാ? അതല്ലേ ഞാൻ പറഞ്ഞത്. ദേവികയുടെ അച്ഛന്റെ മരണം എങ്ങനെയായിരുന്നു കൂടി അന്വേഷിക്കണമെന്ന് ശരത്ത് പറഞ്ഞുന്ന്. ദേവിക അത് സിദ്ധാർത്ഥനോട് പറഞ്ഞു. ആ കാര്യം എന്നോട് പറയാൻ സിദ്ധാർത്ഥൻ പറഞ്ഞു. അതുകൊണ്ട് ദേവിക എന്നോടും പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? കാര്യങ്ങളും ബന്ധങ്ങളും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുവാണല്ലോ പാർവതി. അഴിക്കും തോറും കുരുക്ക് മുറുകി മുറുകി വരുവാ അല്ലേ? അതെ. ഇനിയിപ്പോ മനോഹരേട്ടന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ദേവിക എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കാൻ നിൽക്കാതെ അങ്ങ് പോരുകയും ചെയ്തു. ദേവികയ്ക്ക് അത് നൊന്തു കാണും. പക്ഷേ സിദ്ധാർത്ഥൻ പറഞ്ഞിട്ട് വേണമായിരുന്നോ അവക്ക് ഈ കാര്യം എന്നോട് പറയാൻ? അവളുടെ അമ്മയല്ലേ ഞാൻ. നീ ചിന്തിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല പാർവതി കാര്യങ്ങള്. ചിലപ്പോ ഇതൊക്കെ കേട്ട് പതറി നിൽക്കുകയായിരിക്കും ആ പാവം. എന്തായാലും തൽക്കാലം ഞാനിതൊന്നും അറിഞ്ഞായിട്ട് വെക്കുന്നില്ല, ചോദിക്കുന്നുമില്ല. മോളിങ്ങോട്ട് വന്നേ എന്നോടെല്ലാം പറയും. എനിക്ക് ഉറപ്പാ അത്. ഞാനും കൂടെ അന്വേഷണത്തിനൊന്ന് ഇറങ്ങിയ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാവും. വെറുതെ നമ്മുടെ ഊഹങ്ങളും വിചാരങ്ങളും ഉള്ളിലിട്ട് ഊതിപ്പെരുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല പാർവതി. ആ, നീ വന്നോ? വരാതെ പറ്റില്ലല്ലോ. നിരഞ്ജൻ നാളെ തിരിച്ചു വരും അല്ലേ? എന്താ ഡാഡിക്കൊരു സംശയം? എനിക്കൊരു സംശയമില്ല. എന്തായാലും സ്വാമി കൂടെ പോയിട്ടുണ്ടല്ലോ. ആ ഒരു ഭയം മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും ശങ്കരമാവൻ കൂടെ ഉണ്ടല്ലോ. ബാക്കി വഴിയേ കാണാം.